ഒരിക്കൽ കൂടി എല്ലാവർക്കും പൊന്നുരുളിയിലേക്ക് സ്വാഗതം. ഈ ഉരുളൻകിഴങ്ങ് കൊണ്ട് നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആലു പറാഠ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾ ആലു പറാഠ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. വീഡിയോയ്ക്കായി ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കൃത്യമായ അളവുകളൊന്നും ഇതിൽ നോക്കേണ്ടതുമില്ല. ആദ്യം ആലു പറാഠയുടെ മസാല തയ്യാറാക്കാം. അതിനായി 3 ഉരുളൻകിഴങ്ങ് ഞാൻ വേവിക്കാനിട്ടു. കുക്കറിലാണ് വേവിക്കുന്നത്. ഉപ്പൊന്നും ചേർക്കാതെ വിത്ത് സ്കിന്നാണ് വേവിക്കുന്നത്. 4-5 വിസിൽ കഴിഞ്ഞു. ഉരുളൻകിഴങ്ങെല്ലാം വെന്തു. അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായി ഉടച്ചു മാറ്റി വയ്ക്കുന്നു. ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാക്കി കുറച്ച് കടുകും ജീരകവും പൊട്ടിച്ചെടുക്കുന്നു. റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. നോർത്ത് ഇന്ത്യൻ വിഭവമായതുകൊണ്ട് കോക്കനട്ട് ഓയിലിനേക്കാൾ നല്ലത് അത് തന്നെയായിരിക്കും. കടുകും ജീരകവും പൊട്ടിയ ശേഷം ചീകി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ സവാള അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ്ഡ് സവാള ചേർക്കുന്നു. ഇനി അതിലേക്ക് 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് ഒരല്പം ഉപ്പും ഇട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം വഴറ്റുന്നു. മസാലപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. എരിവിനായി പച്ചമുളകും ഇഞ്ചിയും മാത്രമാണ് ചേർക്കുന്നത്. നന്നായി വഴണ്ട ഈ പച്ചക്കറിയിലേക്ക് ഇനി ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ചെറിയൊരു കഷ്ണം നാരങ്ങ, പകുതി നാരങ്ങയിലും താഴെയാണ്, അത് പിഴിഞ്ഞൊഴിക്കുന്നു. കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി ഇല കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി തീ ഓഫാക്കുന്നു. ആലു പറാഠയുടെ മസാല തയ്യാറായി. ഇനി പറാഠ അഥവാ ചപ്പാത്തി തയ്യാറാക്കാം. അതിനായി ഈ കാണിക്കുന്ന കപ്പിൻ്റെ പകുതിയോളം, ഞാൻ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത്രയും ഗോതമ്പ് പൊടി എടുക്കുന്നു. അതൊരു പറാഠ അല്ലെങ്കിൽ പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറേശ്ശെയായി വെള്ളവും ചേർത്ത് പതിയെ കുഴയ്ക്കുന്നു. കുറച്ച് കുഴച്ച ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ, റിഫൈൻഡ് ഓയിലാണ് വീണ്ടും ചേർക്കുന്നത്. കുറച്ച് എണ്ണ, 1 ടേബിൾ സ്പൂൺ വല്ലതും മതിയാവും. അത്രയും എണ്ണയും ചേർത്ത് ഒന്നുകൂടി കുഴച്ച് ഏറ്റവും ഒടുവിലായി ഒരല്പം എണ്ണയൊന്ന് തടവി കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നു. 10 മിനിറ്റിന് ശേഷം ഇത് ഉരുളകളാക്കി ഓരോന്നായി പരത്തിയെടുക്കുന്നു. പരത്തുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചൊന്ന് പരത്തിയ ശേഷം അതിനെ 2 പ്രാവശ്യം മടക്കി ഒന്നുകൂടി പരത്തിയെടുക്കുന്നു. അങ്ങനെ കൃത്യമായ ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് എനിക്ക് കിട്ടിയത്. ഇനി അതിന് നടുവിലേക്ക് ആവശ്യത്തിന് വലിപ്പമായ ശേഷം അതിലേക്ക് 1 സ്പൂൺ ആലു മസാല ചേർക്കുന്നു. ഇനി വശങ്ങൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി അതൊരു റൗണ്ട് ഷേപ്പിലാക്കി വളരെ സാവകാശം, ഒട്ടും ബലം കൊടുക്കാതെ അതിനെ കുറച്ചുകൂടി ഒന്ന് പരത്തി എടുക്കുക. സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ പരത്താവുന്ന അത്രയും ഭംഗിയായി പരത്തിയെടുക്കുക. ഒരുപാട് ബലം കൊടുക്കരുത് എന്ന് മാത്രം. സാധാരണ പറാഠ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഇരുവശങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ആട്ട തൂവി പരത്താൻ ശ്രദ്ധിക്കണം. അങ്ങനെ 7 ആലു പറാഠയാണ് ഈ വലുപ്പത്തിൽ ഞാൻ തയ്യാറാക്കിയത്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ വലുതായിട്ടാണ് ആലു പറാഠ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇത് ചുട്ടെടുക്കാനുള്ള സമയമാണ്. ആദ്യം കല്ല് നടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നെയ്യാണ് തടവുന്നത്. ഏറ്റവും നല്ലത് നെയ്യ് തന്നെയാണ്. ഇനി നിങ്ങൾ വീഗനോ മറ്റോ ആണെങ്കിൽ എണ്ണയാണ് നെയ്ക്ക് പകരം യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോന്നും ഇരുവശങ്ങളിലും നെയ്യോ എണ്ണയോ തടവി ചുട്ടെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി ഏവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു റെസിപ്പി വീഡിയോയുമായി ഉടനെ വരാം. ബൈ.